പ്രിയപ്പെട്ടവരെ, ബിജുവാണ്. നമ്മുടെ ഇപ്പോഴുള്ള സൗഹൃദങ്ങളൊക്കെ, ബന്ധങ്ങളൊക്കെ തന്നെ ഓൺലൈനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നേരിട്ട് കാണാനോ സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. എങ്കിലും നമ്മൾ ദിവസവും കാണുന്നവരെ പോലെയാണ് ജീവിക്കുന്നത്, പെരുമാറുന്നത്. ഇങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്. അതിപ്പോൾ ഏത് ബന്ധങ്ങളായാലും, വെറും സൗഹൃദങ്ങൾ മാത്രമല്ല, അത് ഭാര്യാഭർത്തൃ ബന്ധമാവാം, സുഹൃത്തുക്കളാകാം, കാമുകിക മകന്മാരാകാം, ആരായിരുന്നാലും ഉദാഹരണത്തിന് നമ്മളൊരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് അവർ കാണുകയും കണ്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള കുറേ സംഗതികളൊക്കെ നമുക്കറിയാം. ഈ വാട്സപ്പിലായാലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ അവരത് കണ്ടിട്ടും ഗൗനിക്കാതെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന യഥാർത്ഥ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചില തോന്നലുകളുണ്ട്, ചില വിഷമങ്ങളുണ്ട്. അത് നമ്മളെ ഒരാൾ കണ്ടിട്ട് മിണ്ടാതെ പോയാൽ എങ്ങനെയാണോ അതിനേക്കാൾ ഭീകരമായിരിക്കും. കാരണം അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു. ചിലപ്പോൾ അവർ ഓൺലൈൻ ഇല്ലാത്ത സമയത്തായിരിക്കാം. എങ്കിലും അവരത് കണ്ടു കഴിഞ്ഞിട്ടും ഒരു പ്രതികരണം ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില കുറേ വിഷമങ്ങളുണ്ടാവും. അതൊരു വിഷയം എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചേർത്ത്, നമ്മൾ ഏതൊക്കെ തിരക്കിലായാലും, നമ്മൾ ഫോൺ വിളിച്ചാൽ അവർ ബിസിയിലായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനല്ല, നിങ്ങൾ പറയുന്നത് നല്ല ഒരു സഹൃദയനെ പോലെ കേട്ടിരിക്കാൻ ഒരാളുള്ളതാണ് ഈ നശ്വരമായ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ. മറ്റെന്തൊക്കെ സുഖസൗകര്യങ്ങളുണ്ടെങ്കിൽ